ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണുന്നത് മൈ ഗേൾ ഫ്രണ്ട് ഈസ് ദ മാൻ്റെ 6th എപ്പിസോഡാണ്. ഈ ഡ്രാമ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുന്നേയുള്ള എപ്പിസോഡ്സ് ഒക്കെ കണ്ടിട്ട് ഈ എപ്പിസോഡ് കാണാൻ ശ്രമിക്കാം. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങളൊക്കെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുന്നത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും കമൻറ്റും കൊണ്ടാണ്. വീഡിയോയുടെ തുടക്കത്തിനെ കാണുന്നത് നമ്മുടെ ഹീറോയും അവൻ്റെ ഫ്രണ്ടും കൂടെ കഫേയിലിരിക്കുകയായിരിക്കും. അവിടേക്ക് ആ ജൂനിയർ പെൺകുട്ടി വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയെ ഒപ്പാ 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 എന്ന് വിളിച്ചുകൊണ്ട് നടക്കും. അവൾക്കാണെങ്കിലും അത് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഫ്രണ്ടിനാണെങ്കിൽ ഒരു സംശയം വരും, നീ എന്താ അതിൻ്റെ ബോയ് ഫ്രണ്ടിനെ തേച്ചോ എന്നുള്ള രീതിക്ക് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവനും പറയും, ഈടാ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഓൾറെഡി ഗേൾ ഫ്രണ്ട് ഉണ്ട്, നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന്. അപ്പോൾ ജൂനിയർ പെൺകുട്ടിയും പറയും, ഓ നീ ഇപ്പം എനിക്ക് വേണ്ടിയാണോ പറയുന്നത്, അത് നിനക്ക് വേണ്ടി തന്നെയാണോ, നീ നിന്നെ വിശ്വസിപ്പിക്കാൻ പറയുന്നതാണോ ചോദിക്കും. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ അവളൊരു ഫോട്ടോ എടുത്ത് കാണിക്കും. എന്താണെന്ന് നോക്കിയാൽ നമ്മുടെ ഹീറോയിനും അവളുടെ ഫ്രണ്ടും കൂടെ ആ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വെച്ചെടുത്ത ഫോട്ടോ ആയിരിക്കും. ഓ നീ ഇത് കണ്ടിട്ട് ജലസായിട്ടല്ലേ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കാം. നമ്മുടെ ഹീറോ ആണെങ്കിൽ, എൻ്റെ ദൈവമേ ഇവൾ ഏത് പുതിയ പണിയിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത്, ഇവർക്ക് എത്ര കിട്ടാലും മതിയാവില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിച്ചിരിപ്പുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവളുടെ ഫ്രണ്ടിനെ കാണാൻ പോയിട്ടുണ്ടായിരിക്കും. അവളിനോട് മിണ്ടോ എന്നുള്ള പേടിയിലായിരിക്കും പോവുക. അവളാണെങ്കിലും വന്ന് കഥ തുറക്കുന്നുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ അകത്തോട്ട് വിളിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി ഇന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഫുഡ് ഫിനിഷ് ചെയ്യും. ഓ ഇപ്പോഴും എനിക്കൊരു സമാധാനമായി, നീ എൻ്റെ നല്ല ഫുഡെല്ലാം ഫിനിഷ് ചെയ്തല്ലോ എന്ന്. എന്നിട്ട് പറയും, ശരി നിനക്ക് ഞാൻ കുറച്ച് റൂൾസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ പറയും, നീ പയ്യനായിരിക്കുന്ന അത്രയും കാലം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്ന്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ അവളുടെ കവിളിലൊക്കെ പിടിക്കുമ്പോൾ എന്നോട് ഞാൻ പറഞ്ഞ റൂൾസ് ഒക്കെ നീ മറന്നോ എന്ന് ചോദിക്കും. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ കുറേ പ്രാവശ്യം കോൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അവൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിന് ഫുഡ് വാങ്ങിച്ചിട്ട് ഹീറോയിൻ്റെ വീട്ടിലോട്ട് തന്നെ പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനും അവനായിട്ട് ഫുഡ് കഴിക്കായിരിക്കും. ആ സമയം നമ്മുടെ ഹീറോയിൻ ചോദിക്കും, നീ ഇന്നലെ ഓക്കെ ആയിരുന്നു, നീ കാര്യങ്ങൾ നടന്നു എന്ന് ചോദിക്കുമ്പോൾ, പ്രത്യേകിച്ചൊന്നുമില്ല, കഫേയിൽ നിന്ന് വീട്ടിൽ വന്നു, ഞാൻ ഉറങ്ങി എന്ന് പറയും. ഓ അപ്പോഴും നമ്മുടെ ഹീറോയിൻ മനസ്സിലേക്ക് എങ്ങനെയാണ് എൻ്റെ അടുത്ത് കള്ളം പറയാൻ പറ്റുന്നതെന്ന്. നമ്മുടെ ഹീറോ ആണെങ്കിൽ വിചാരിക്കും, ഇവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണല്ലോ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നത്, പിന്നെ എന്താ അവൾ കഴിക്കാത്തതെന്ന്, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, നീ പെട്ടെന്ന് പോയി, എനിക്ക് ഉറക്കം വരുന്നെന്ന് പറഞ്ഞു. നമ്മുടെ ഹീറോ ആണെങ്കിലും ശരി ഓക്കെ കുട്ടായിട്ട് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആ ഒരു ഫ്രസ്ട്രേഷൻ മറ്റും യോഗ ചെയ്തുകൊണ്ടിരിക്കുക. ദിവസം രാവിലെ നമ്മുടെ ചേച്ചിയാണെങ്കിൽ, എടാ നീ വന്ന് ഫേമസ് ആയി, നീ സെലിബ്രിറ്റി ആയെന്ന് പറഞ്ഞിട്ട് കൊണ്ടൊരു വീഡിയോ കാണിച്ചു കൊടുക്കും. നമ്മുടെ ഹീറോയുടെ ഫോട്ടോസ് എല്ലാം ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരിക്കും. ഇവനൊരു ഭയങ്കര പണക്കാരൻ്റെ കൊച്ചാണ്, സെലിബ്രിറ്റി ആണെന്നൊക്കെ പറഞ്ഞായിരിക്കും അതിൽ പറയുന്നത്. ഇവിടെ നമ്മുടെ അവളുടെ പപ്പയും അമ്മയാണെങ്കിൽ സലൂണിലിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി വന്ന്, എൻ്റെ ബോയ് ഫ്രണ്ട് ഇതുപോലെ ഹെയർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ ഫോട്ടോയാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഹീറോയിൻ്റെ ഫോട്ടോ കണ്ടതും അമ്മ പറഞ്ഞത് നമ്മുടെ മോനല്ലേ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. ഇതല്ല ഇതൊരു സെലിബ്രിറ്റിയാണ്, സെലിബ്രിറ്റിയുടെ മോനാണെന്ന് പറഞ്ഞിട്ട് അവരും പറയുന്നുണ്ട്. നമ്മുടെ പേരൻസ് ആണെങ്കിൽ മിണ്ടാതെ നിൽക്കും. നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും അവളുടെ സ്കൂളിൽ വന്നിട്ടുണ്ടായിരിക്കും. അവളെ കണ്ടത് എല്ലാവരും സെലിബ്രിറ്റി അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും അയ്യോ ഇതിപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കോൾ വരുന്നുണ്ട്. ഒരു ചാനലിൽ നിന്നായിരിക്കും, ഞാൻ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണ് താല്പര്യമില്ല, നമ്പർ ഇവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അവളുടെ ഫ്രണ്ടിൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നില്ലേ, അവളാണ് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനും കൂടെ നമ്മുടെ ഫ്രണ്ടിനെ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് പറയും, ഞാൻ പെട്ടിരിക്കുക, എന്ത് ചെയ്യും എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ, ശരി ഓക്കെ നിങ്ങൾ രണ്ടുപേരും സിൻസിയറായിട്ട് ലവ് ചെയ്യുന്നില്ലേ, അവർ രണ്ടുപേരും അതേന്ന് പറയുന്നുണ്ട്. ശരി ഓക്കെ, ഈ പ്രശ്നം ഞാൻ കാണാനല്ലേ തുടങ്ങിയത്, ഞാൻ തന്നെ സോൾവ് ചെയ്ത് തരാമെന്ന് പറയും. അതിനുശേഷം അവളാണെങ്കിൽ ഒരു കോൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ഫേസ് റിവീൽ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇന്ന് എന്തായാലും ഞാൻ എൻ്റെ ഫേസ് റിവീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നാളെ ഞാൻ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് ഒരു റൈറ്ററാണ്. അവൾ മുഖം കാണിക്കാതെയാണ് ഇത്രയും കാലം റൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ ഫേസ് റിവീലാണ് ഇവിടെ പോയി ചെയ്യാൻ പോകുന്നതായിട്ട് പറയുന്നത്. അതിനുശേഷം നമ്മുടെ ഹീറോയിനും അവളുടെ ഫ്രണ്ടും കൂടെ ചേർന്ന് കുറേ കപ്പിൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിലെല്ലാം ഈ ഗേൾ ഫ്രണ്ടിൻ്റെ ഫേസ് കാണാത്ത രീതിയിലാണ് ചെയ്യുന്നത്. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഓൾറെഡി ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് എല്ലാവരെയും കാണിച്ചു കഴിഞ്ഞാൽ കുറേയുള്ള ആ ഒരു വ്യൂ കുറഞ്ഞു കിട്ടും, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് ആണെങ്കിലും ശരി ഓക്കെ നമുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇനി ഓരോരുത്തരത് റീപോസ്റ്റ് ചെയ്തതിന് ആ ഒരു ടൈം നമുക്ക് വേണ്ടി വരും, അപ്പോഴേക്കും ഇതെല്ലാം മാഞ്ഞു വെക്കോളെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലും ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, നിനക്ക് ഇവളെ പറ്റി അറിയാത്തതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിന് 1 മില്യൺ ഫോളോവേഴ്സ് ആണുള്ളത്, അവളിട്ട് കഴിഞ്ഞാലും വൈറലാവുമെന്ന് പറയും. അത്രയും വലിയ ഫോളോവേഴ്സ് ഉള്ള ഒരു പേഴ്സൺ ആണോ നിങ്ങളെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. ഇവിടെ മറ്റേ കഫേയുടെ ഓണറും ആ ഒരു മുടിയുള്ള പയ്യനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയം നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് അവർ പറഞ്ഞിട്ട് അവൻ എണീറ്റ് പോകുന്നുണ്ട്. ആ സമയം എൻ്റെ ഫോൺ ആണെങ്കിൽ അവിടെ മറന്നു വെച്ചിട്ടായിരിക്കും പോകുക. അതിലേക്ക് ഒരു മെസ്സേജ് വരും. നമ്മുടെ ഓണറാണെങ്കിൽ എടുത്ത് നോക്കുമ്പോൾ, ഇനിയും ജോലിക്ക് പോകാതിരിക്കുകയാണ്, എൻ്റെ അച്ഛനെ വീണ്ടും അഡ്മിറ്റ് ചെയ്തു, നീ ഇങ്ങനെ നടന്നു എന്ന് പറഞ്ഞാൽ ഒരു കല്യാണമെങ്കിലും കഴിച്ചൂടെ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ആയിരിക്കും. അപ്പോൾ അവനാണെങ്കിൽ ശരി ഓക്കെ ഫുഡ് കഴിക്കാൻ പോകണ്ട, നീ പൊക്കോളാൻ പറയും. അവനാണെങ്കിൽ ഓടി ആശുപത്രിയിൽ പോകുന്നുണ്ട്. ആശുപത്രിയിൽ പോയി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് വഴക്കൊക്കെ പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ ഈ ഓണറാണെങ്കിൽ നല്ല അടിപൊളിയാണ് റെഡി ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഞാനാണെങ്കിൽ എൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് സംസാരിക്കും. പാരൻസിനാണെങ്കിൽ അവൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അവരൊക്കെ ഹാപ്പി ആയിട്ട് കുറേ നേരം സംസാരിക്കും.
അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ അവളുടെ ഫേസ് റിവീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അവൾ അത്രയും ഫേമസ് ആയിട്ടുള്ള റൈറ്റർ ആണെന്ന് അറിഞ്ഞിട്ട് മറ്റേ എല്ലാവരും അവൻ്റെ അടുത്ത് ഓട്ടോഗ്രാഫ് വാങ്ങാൻ വന്നിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടും ഉണ്ടായിരിക്കും. നിങ്ങളായിരുന്നു ശരിക്കും ആ ഒരു റൈറ്റർ, ഞാൻ നിങ്ങളുടെ ഭയങ്കര ഫാൻസ് ആണെന്ന് പറയും. അപ്പോൾ അവളാണെങ്കിൽ ശരി ഓക്കെ എനിക്ക് സന്തോഷം, നീ എൻ്റെ ഫാൻ എന്ന് ഞാൻ ഒരുപാട് സന്തോഷമാണ്, ശരി ഇപ്പോൾ ക്യൂ വലുതാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അവനാണെങ്കിലും അവളുടെ അടുത്ത് ഭയങ്കര ഒരു ക്രഷ് അടിച്ചായിരിക്കും അവിടെ നിന്ന് പോകുന്നത്. ആ സമയം നമ്മുടെ ഹീറോയുടെ അനിയത്തിയും വരുന്നുണ്ട്. എന്നിട്ട് ഹീറോയുടെ അനിയത്തിയാണെങ്കിൽ നമ്മുടെ ഹീറോ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ ആ ഒരു മാം സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡ്, അത് പറയും. നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ പറയും നിങ്ങളുടെ ആ ഒരു ഫ്രണ്ടില്ലേ അവരാണ് ഇപ്പോൾ ട്യൂട്ടർ, അതുകൊണ്ട് തന്നെ അവരെടുത്ത് പറഞ്ഞു എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ശരി ഓക്കെ എന്നിട്ട് അവർ ഓട്ടോഗ്രാഫ് കൊടുക്കും. അവിടെ നമ്മുടെ ഹീറോയിനും കൂടെ വരുന്നുണ്ട്. എന്നിട്ട് അവരാണെങ്കിൽ ഇത്രയും ഫേമസ് ആയിരുന്ന ഇവളെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഹീറോ അവളുടെ അനിയത്തിയെ കാണുന്നത്. നീ എന്താ അവൾ ചെയ്യുന്നത് നോക്കിക്കേ, അവൾ ക്ലാസ്സിന് പോലും കട്ടടിച്ചായി നിൽക്കുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് പറയും. നീ എന്തായാലും മൈൻഡ് ചെയ്യണ്ട, അവളുടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പൊയ്ക്കോളൂ എന്ന് പറയും. ആ സമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിനെ അവിടെ കാണുന്നുണ്ട്. അവൻ ഫോട്ടോ എടുക്കണം. നീ എന്താ അവിടെ ചെയ്യുന്നത്, നീ എന്തിനാ അവളുടെ ഫോട്ടോ എടുക്കുന്നത് ചോദിക്കും. നിനക്കെന്താ ഞാൻ അവളുടെ ഫോട്ടോ എടുത്തത്, അതിൻ്റെ അനിയത്തിയാടാന്ന് പറയും. ചുമ്മാ അല്ല, എനിക്ക് നിന്നെ രണ്ടുപേരും ഒരുപോലെ തോന്നിയെന്ന് പറയും. അനിയത്തിയാണെങ്കിലും ഒരുപോലെ തോന്നിയെന്നു, നീ ഇനി ഇതിനെ വലുതായിട്ട് ഇൻസൾട്ട് ചെയ്യണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പിണങ്ങി പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻ ആണെങ്കിൽ അവിടെ ഉണ്ടായിരിക്കും. അവിടെ വെച്ച് യാദൃശ്ചികമായിട്ട് നമ്മുടെ ഹീറോയിനെ കാണുന്നുണ്ട്. അയ്യോ നിങ്ങൾ അവളുടെ ബോയ് ഫ്രണ്ട് അല്ലേ, നിങ്ങൾ എന്തിനാ ക്യൂവിൽ നിൽക്കുന്നത്, നിങ്ങൾക്ക് ക്യൂവിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങളങ്ങ് വന്നേന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ അവന്ന് പിടിച്ചുകൊണ്ട് പോയി നമ്മളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിർത്തുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ഫേസ് റിവീൽ ചെയ്യുന്നുണ്ട്, അവളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് അതും റിവീൽ ചെയ്യുന്നുണ്ട്. ന്യൂസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ പെട്ട മട്ടിലായിരിക്കും. അപ്പോൾ എല്ലാവരും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്നുള്ള ആ ഒരു ഇതിലായപ്പോൾ നിങ്ങൾ കിസ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആണെങ്കിലും എടി വേറെ വഴിയൊന്നുമില്ല, നീ കണ്ണടച്ച് നിന്നോ എന്ന് പറയും. എന്താണ് നീ പറയണത്, എന്നെ രക്ഷപ്പെടുത്തുന്ന പറയും. അവൻ നമ്മുടെ ഫ്രണ്ട് ആണെങ്കിലും അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ മുഖത്ത് പിടിച്ചിട്ട് അങ്ങനെ ഒരു കിസ് അടിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിൽ വായും തുറന്നിരിക്കുന്നുണ്ട് ഷോക്കായിട്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ചിരിക്കടി എന്ന് പറയും. അവളാണെങ്കിലും ചിരിക്കുന്നുണ്ട്. എന്നിട്ട് എന്തായി നടക്കണേന്ന് പറഞ്ഞിട്ട് ഞെട്ടി നിൽക്കും. ഇവിടെ നമ്മുടെ ഹീറോയിൻ്റെ ചേച്ചിയാണെങ്കിൽ നമ്മുടെ ആ ഒരു പയ്യനെ തപ്പി ഇറങ്ങുന്നുണ്ട്. അവർക്ക് എന്ന കഫേയിലൊക്കെ പോയിട്ടുണ്ടായിരിക്കും. അവൻ്റെ ഫോൺ നമ്പർ കളക്ട് ചെയ്ത് അങ്ങനെ അവൻ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോകും. നീ എന്നെ അന്വേഷിച്ച് വന്നതാണെന്ന്. അതെ, അന്ന് കണ്ടപ്പോൾ എനിക്ക് സംസാരിക്കാനോ ഫോൺ നമ്പർ വാങ്ങാനോ ഒന്നും പറ്റിയില്ല എന്ന് പറയും. നീ ഭയങ്കര കോമഡി ആയിരുന്നല്ലോ പണ്ട്, അപ്പോൾ ഇപ്പോഴും ഞാൻ കോമഡി തന്നെയാണ്, നമ്മൾ ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ എനിക്ക് ഒത്തിരി സന്തോഷമാണെന്ന്. എന്നിട്ട് അവർ ഫോൺ നമ്പർ പരസ്പരം വാങ്ങുന്നുണ്ട്. അതിനുശേഷം നിനക്ക് സിഗരറ്റ് അന്ന് തീർന്നതെന്നല്ലേ പറഞ്ഞത്, ഇതാ നീ ഇത് വെച്ചോന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ചേച്ചിയാണെങ്കിൽ ഒരു പോക്കറ്റ് സിഗരറ്റ് കൊടുത്തിട്ടായിരിക്കും പോകുന്നത്. എന്നിട്ട് ചേച്ചി പോയതിനു ശേഷം അവൻ സിഗരറ്റ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്തൊരു കുറിപ്പായിരിക്കും ഉണ്ടായിരുന്നത്. എപ്പോഴും സിഗരറ്റ് വലിക്കുന്നത് നല്ലതല്ല, ആരോഗ്യത്തിന് കേടാണെന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഡ്രിങ്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരിക്കും. അയ്യോ എൻ്റെ ഫസ്റ്റ് കിസ് പോയല്ലോ, അതും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് അങ്ങനെ ചെയ്യേണ്ടി വന്നല്ലോ എന്ന് ആലോചിച്ചിട്ട്. ഇവിടെ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് ആണെങ്കിലും ഇവളുടെ അടുത്ത് ക്രഷ് അടിച്ചുകൊണ്ട് തന്നെ ഇവളെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ഇവളിവിടെ കുടിച്ചിട്ടുന്നുണ്ട് ഓരോന്ന് കാണിക്കുന്നത് അവന് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും. ഇത്രയും കാലം ഇല്ലായിരുന്ന ആ ഒരു ക്യൂട്ട്നെസ് ഒക്കെ അവനിപ്പോൾ അവളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അവൾ കുറേ നേരമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഫ്രണ്ട് ആണെങ്കിലും പോയിട്ട് അവൻ്റെ അടുത്ത് കയ്യിൽ പിടിക്കുന്നുണ്ട്. ശരി മതിയാക്ക്, ഇനി നമുക്ക് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഫുഡും കൂടെ ഓർഡർ ചെയ്യുന്നുണ്ട്. ശരി ഞാനും കൂടെ ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് അവനോടെ ഇരിക്കും. എന്നിട്ട് അവർ രണ്ടും കൂടെ സംസാരിക്കും. അപ്പോൾ അവളാണെങ്കിൽ പറയും നിനക്കറിയാം നിനക്ക് ഇത്തിരി സങ്കടമുണ്ട് എൻ്റെ ഫസ്റ്റ് കിസ് പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനാണെങ്കിൽ സമാധാനിപ്പിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ വീട്ടിലോട്ട് വരുമ്പോൾ അവൻ്റെ അച്ഛൻ്റെ സാധനങ്ങളെല്ലാം വെളിയിരിക്കും. ഇതെന്താ അച്ഛൻ്റെ സാധനമെല്ലാം വെളിയിരിക്കുന്നത് ചോദിക്കുമ്പോൾ അനിയത്തിയാണെങ്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അകത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ഒരു യുദ്ധം തന്നെയാണ് നടക്കുന്നത്. അച്ഛൻ എന്തോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം ലോസായി, അതുകൊണ്ട് അച്ഛൻ ആരോടും പറഞ്ഞ് പുറത്തു പോയിരിക്കുകയാണെന്ന് പറയും. അപ്പോഴേക്കും അച്ഛൻ്റെ ഒരു മെസ്സേജ് വരും, അച്ഛൻ പറഞ്ഞ കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലും ആ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അച്ഛനടുത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയും ഇന്നെന്തായാലും ഞാൻ അങ്ങ് വീട്ടിലോട്ടില്ല, ഞാൻ ഇവിടെ ഹോട്ടലിൽ താമസിക്കാനാണ് ഇരിക്കുന്നത്, നീ പൊക്കോളാൻ പറയും. ഹോട്ടലിലോ, എന്തിനാ അച്ഛൻ ഹോട്ടലിൽ താമസിക്കാൻ, അങ്ങോട്ട് വരാൻ പറയും. എന്താ വെറുതെ അമ്മേനെ ഞാൻ വിഷമിപ്പിക്കുന്നതെന്ന് പറയും. എന്നിട്ട് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിലും മനസ്സ് വരാതെ അച്ഛന് വേണ്ടിയിട്ടുള്ള ഫുഡും തിങ്സും എല്ലാം വാങ്ങിച്ചുകൊണ്ട് ആ ഹോട്ടലിലോട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ്റെ ഹീറോയുടെ ഫ്രണ്ടും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കായിരിക്കും. അവളുടെ ഫസ്റ്റ് കേസ് പോയ ആ ഒരു വിഷമം പറഞ്ഞു വന്നായിരിക്കും അവൾ നടക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ അതാണ് നിന്റെ ഫസ്റ്റ് ഫ്രണ്ടിന് ആ ഫസ്റ്റ് കേസ് കൊടുത്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് ആണെങ്കിലും അവളുടെ അടുത്തിട്ട് ക്ലോസ് ആയിട്ട് വന്ന് അവളെ കിസ് ചെയ്യുന്നുണ്ട്. അവരങ്ങനെ കിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവിടെ നിന്ന് ആ ഒരു സൈഡ് വഴിയായിട്ട് നമ്മുടെ ഹീറോ ആ ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കാണുന്നത്. അത് നമ്മുടെ ഹീറോ അല്ലേ പോകുന്നതെന്ന് ചോദിക്കും. അതെ അവൻ തന്നെയാണ് പോകുന്നത്, അവനൊരു അഫെയർ ഉണ്ട്, അപ്പോൾ അവളുടെ കൂടെ ആയിരിക്കും അവൻ ഹോട്ടലിൽ പോയെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും പറയും ഇല്ല അവൻ നമ്മുടെ ഹീറോയിനെ ചതിക്കുകയാണ്, അവൻ എന്തായാലും അവളുടെ കൂടെ പോയിട്ടില്ല, അവളുടെ കൂടെ ഹോട്ടലിൽ പോകത്തില്ല, എനിക്ക് തോന്നുന്നു ആ ജൂനിയർ പെൺകുട്ടിയുടെ കൂടെ ആയിരിക്കും പോയിട്ടുണ്ടാവും, അവൻ ചതിച്ചു, ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ ഗേൾ ഫ്രണ്ടിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ വിളിക്കുന്നുണ്ട്.
ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവളുടെ അച്ഛൻ്റെ അമ്മയുടെ സലൂണിൽ ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ ഗേളായിട്ട് മാറുന്നവരെ ഞാൻ ഇവിടെ തന്നെ വർക്ക് ചെയ്യട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അമ്മയാണെങ്കിൽ ഒന്നും മിണ്ടില്ല. ആ സമയത്താണ് അവൾക്ക് കോൾ വരുന്നത്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഓടിപ്പടഞ്ഞ് അവിടെ എത്തുന്നുണ്ട്. ഹീറോയിൻ അവിടെ എത്തിയതിന് ശേഷം നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവളെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നത് ഹീറോ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. അവൻ എന്നെ ചതിച്ചെന്നാലും അവൻ ഇത്രയും കാലം എന്നോട് ചതിക്കായിരുന്നല്ലോ, എന്നോട് ഒരു ഇഷ്ടമില്ലായിരുന്നല്ലോ എന്നിട്ട് അവന് ഭയങ്കര സങ്കടമാണ്. അവളാണെങ്കിലും ഓടിപ്പോയിട്ട് നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കും. നിങ്ങളെന്താ ഇവിടെയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഒന്നും അറിയാത്ത ഷോക്കിൽ നിൽക്കും. എന്താ ഇവിടെയെന്നോ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, നീ ഹോട്ടലിൽ ആരെയും കൊണ്ടാ വന്നത്, നീ കയറിയിട്ട് ഇത്ര മണിക്കൂറായി എന്ന് പറഞ്ഞാൽ സമയം വരെ പറയും. അങ്ങനെ ഇപ്പം നീ എന്തിനാ അവിടെ നിന്നെന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ നോക്കിയിട്ട് നീ എന്താ പറയുന്നത്, നീ എന്നെ ഒളിച്ചു നോക്കുകയാണോ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇല്ല, നീ ആരുടെ കൂടെയാണ് ഹോട്ടലിൽ പോയി, നീ സത്യം പറയുന്നത്. അപ്പം നമ്മുടെ ഹീറോ പറയും ഞാൻ എൻ്റെ അച്ഛനെ കാണാനാണ് വന്നതെന്ന്. ഓ, അച്ഛനെ കാണേണ്ടത് ഞാൻ വിശ്വസിക്കണം, നീ ആ ജൂനിയർ പെൺകുട്ടിയുടെ കൂടെ അല്ലേ വന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ സത്യമായിട്ടില്ല, എൻ്റെ അച്ഛനെ കാണാൻ നിങ്ങളും വാ, ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അവൻ്റെ കൂടെ അവരെയും കൂട്ടിക്കൊണ്ട് പോയി ഫസ്റ്റ് ഒരു ഡോറിൽ നോക്കി. അവിടെ നോക്കുമ്പോൾ ഒരു ലേഡി ആയിരിക്കും കഥ തുറക്കുക. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഞെട്ടിപ്പോവും. ഇവനെ ചതിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ലേഡി അടുത്താണെങ്കിൽ വേറൊരാൾ വന്ന് സംസാരിക്കും. അപ്പം നമ്മുടെ ഹീറോ പോയി റൂം മാറിപ്പോയത് ഇതല്ല, ഇതെൻ്റെ അച്ഛൻ്റെ റൂമല്ല എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അടുത്ത റൂമിൽ പോയി നോക്ക് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റായിട്ട് അവൻ്റെ അച്ഛൻ തന്നെ ആയിരിക്കും ഡോർ തുറക്കുന്നത്. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ അയ്യോ സോറി ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചെന്ന് പറയും. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഒരുമാതിരി ആവുന്നുണ്ട്. അതിനുശേഷം അവരെന്നാണെങ്കിൽ പുറത്തോട്ട് വരുന്നുണ്ട്. ആ സമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഹീറോയിനെ നോക്കും. അപ്പോൾ അവനാണെങ്കിൽ നീ എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, നീ ഇങ്ങനെ എന്നെ സംശയിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിനും പറയും ഇല്ല, നീ അന്ന് കഫേയിൽ അവളുടെ കൂടെ ഇരുന്നതിന് ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇങ്ങനെ ഷോക്കാവും. അപ്പോൾ അവൻ ഇല്ല, അന്ന് ഞാൻ നീയും ജൂനിയറും കൂടെ കഫേയിൽ ഇരിക്കുന്ന കണ്ടായിരുന്നു, അന്ന് തൊട്ട് എനിക്ക് നിന്നോടൊരു ചെറിയ സംശയമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കായെന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര സങ്കടമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ച് അവിടെ നിന്ന് പിരിയുന്നുണ്ട്. ഹീറോയിൻ പോയ ശേഷം അവൻ അങ്ങനെ തിരിയുമ്പോഴേക്കും നമ്മുടെ ഹീറോ കാണുന്നത് തലയിൽ റിബണൊക്കെ വെച്ച് നിൽക്കണം അവൻ്റെ അച്ഛനെയാണ്. അങ്ങനെ അച്ഛാ ഇതെന്ത് കോലാണ് നിൽക്കുന്നതെന്ന് ചോദിക്കും. ഇല്ല, അമ്മ എന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട്, അപ്പോൾ അവളൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ പോയാൽ നമുക്ക് സന്തോഷമല്ല ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. ഇതൊക്കെ മാറുന്ന പറയും. ഇല്ല, ഇങ്ങനെ പോയാലാണ് സന്തോഷം ഉണ്ടാവുന്നത്. അവനാണെങ്കിൽ ആ ഒരു വേഷത്തിനായിരിക്കും അച്ഛൻ അവളുടെ അടുത്ത് പോകും. എന്നിട്ട് ഭാര്യയെ കണ്ടതും നമ്മുടെ പപ്പയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡാൻസ് ഒക്കെ കളിക്കും. ആ കൂട്ടത്തിൽ അമ്മയെ ഭയങ്കര സന്തോഷമായിട്ട് ഡാൻസ് കളിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര ഷോക്കിംഗ് ആണ്. ഇത് എന്താ ഇത്, ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്രയും ഹാപ്പിനെസ് ആണോ എന്ന് ചോദിച്ചു. അടുത്ത ദിവസം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ കാണാൻ പോകുമ്പോൾ ആ റിബണൊക്കെ തലയിൽ വെച്ചിട്ടായിരിക്കും പോകും. ഹീറോയിനെ നിനക്ക് എന്താ പറ്റുക, നീ എന്താ ഇങ്ങനെ വന്നേക്കണേ ചോദിക്കും. ഒന്ന് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങും. ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അത് ഇഷ്ടപ്പെടും. അങ്ങനെ അവിടെ രണ്ടുപേരും കൂടെ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോഴാണ് അടുത്ത വള്ളിക്കേട്ട് അതാ വരുന്നത്. അപ്പോൾ ഈ കാറിൽ വന്നിറങ്ങും. ആരാ നോക്കിയാൽ നമ്മുടെ ജൂനിയർ. നീ എന്താ ഇവിടെയും ചോദിക്കും. രണ്ടുപേരും കൂടെ ഞെട്ടിയിട്ട് ഞാൻ ഇവിടേക്ക് ഷിഫ്റ്റ് ആയെന്ന് പറയും. ഇവിടേക്കോ എവിടെയും ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ മുകളിലായിരിക്കും ഷിഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നിടത്ത് നമ്മുടെ എപ്പിസോഡ് കംപ്ലീറ്റ് ആവുകയാണ്. അടുത്ത് എന്തൊക്കെ നടക്കുന്നുള്ളത് വരുന്ന എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കൂട്ടുകാർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.